അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മദീന പള്ളിയിലേക്ക് സുബഹി നമസ്കാരത്തിന് വേണ്ടി കടന്നു ചെല്ലുകയാണ്. മദീന പള്ളിയിലേക്ക് സുബഹി നമസ്കാരത്തിന് വേണ്ടി ഓടിച്ചെല്ലുകയാണ്. ജമാഅത്ത് നിസ്കാരത്തിന്റെ സമയമായി, ജമാഅത്ത് നിസ്കാരത്തിന്റെ ടൈം കഴിഞ്ഞു. അലി റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീന പള്ളിയുടെ ആ വഴിയിലേക്ക് ഒരു പ്രായം ചെന്ന ഒരാൾ വടികുത്തി ഇങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു അവിടെ പകച്ചു നിന്നു. അദ്ദേഹത്തിന് ഓവർടേക്ക് ചെയ്തില്ല. നമ്മളാണെങ്കിലോ മുതിർന്നവരുടെ മുമ്പിലൂടെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അവരെ മുമ്പിൽ പോയി നിൽക്കും, കിടക്കും, ഇരിക്കും, അവരുടെ നേരെ നമ്മൾ കാല് നീട്ടി ഇരിക്കും അല്ലേ? അവർ നിൽക്കുമ്പോഴും നമ്മളിങ്ങനെ രഹിച്ചിങ്ങനെ ഇരിക്കാൻ കൈകെട്ടിയിരിക്കും. അവരുടെ മുകളിലേക്ക് നമ്മൾ കാലും കയറ്റിയിരിക്കും. ഒരാദരവുമില്ല. അലി റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാൻ. ആ സമയത്താണ് ഒരു പടുവൃദ്ധനായ ഒരാൾ ഇങ്ങനെ വടിയും കുത്തി മദീന പള്ളിയുടെ ഇങ്ങനെ ഓരത്തുകൂടി ആ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു നീങ്ങുന്നത്. റളിയല്ലാഹു തആല അൻഹു ഓവർടേക്ക് ചെയ്യാതെ അദ്ദേഹത്തിന്റെ പുറകിൽ തന്നെ നിന്നു. അദ്ദേഹം ഇങ്ങനെ പതുക്കെയാ പോകുന്നത്. ഒരുപാട് സമയമെത്തും പള്ളിയിലേക്ക് എത്താൻ. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിനാണെങ്കിലോ അദ്ദേഹത്തിന് ഓവർടേക്ക് ചെയ്യാനും കഴിയൂല. അദ്ദേഹത്തിനോടുള്ള അനാദരവായി പോകുമെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ പുറകിൽ തന്നെ ഇങ്ങനെ നടന്നു. പക്ഷെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കൂടി ആർക്കുണ്ട്? അലി റളിയല്ലാഹു അൻഹുവിനുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, കുറച്ചു സമയം കഴിഞ്ഞു. ഈ വൃദ്ധനായ മനുഷ്യൻ, വയസ്സനായ മനുഷ്യൻ മദീന പള്ളിയുടെ മുമ്പിലെത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, ആ വൃദ്ധനായ മനുഷ്യനൊരു ജൂതനായ മനുഷ്യനായിരുന്നു. പള്ളിയിലേക്ക് കയറാതെ അദ്ദേഹം അങ്ങ് മാറിപ്പോയി. അലി റളിയല്ലാഹു അൻഹുവിന് അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഒരു ജൂതനായ മനുഷ്യനായിരുന്നുവെന്ന്. പക്ഷേ പള്ളിയിലേക്ക് ചെല്ലുമ്പോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇമാമത്ത് നിൽക്കുന്നത്. നബി തങ്ങൾ റുകൂഇൽ തന്നെ കിടപ്പുണ്ട്. ഒന്നാമത്തെ റക്അത്തിലെ റുകൂഇൽ തന്നെ കിടപ്പുണ്ട്. റുകൂഇൽ ചെന്നാൽ ആ മനുഷ്യന് ഈ ജമാഅത്തിന്റെ കൂലി കിട്ടുന്നതാണ്. പെട്ടെന്ന് നിയ്യത്ത് വെച്ച് കൈകെട്ടിയിട്ട് റുകൂഇലേക്ക് ഇമാമിനോടൊപ്പം പോയിട്ട് അനക്കമടങ്ങാൻ കഴിഞ്ഞാൽ ആ റക്അത്തിന്റെ ജമാഅത്ത് ആ മനുഷ്യന് കിട്ടുന്നതാണ്. അതാണ് ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര നിയമം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അലി റളിയല്ലാഹു തആല നോക്കുമ്പോ പടച്ചവനായ തമ്പുരാന്റെ തൗഫീഖ് കൊണ്ട് നബിതങ്ങളെ റുകൂഉ ഉയർന്നിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ ഇമാമത്തിനോടൊപ്പം ചേർന്നു. നമസ്കാരമെല്ലാം കഴിയുമ്പോ സ്വഹാബത്തുൽ കിറാം നബിതങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് സാധാരണയ്ക്ക് വിപരീതമായി ഇതുവരെയും ഇല്ലാത്ത ഒരു ദീർഘമായ റുകൂഉ ചെയ്തത്? എന്തിനാണ് റുകൂഉ ഇങ്ങനെ കിടന്നത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തുൽ കിറാമിന് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, ഞാൻ റുകൂഇലേക്ക് ചെന്നിട്ട് എഴുത്തുകാരിലേക്ക് ഉയരാൻ വേണ്ടി തുനിയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ആ ജിബ്രീലിന്റെ ചിറക് കൊണ്ട് എന്റെ മുതുകിൽ ഇങ്ങനെ തടകിയിട്ട് പറഞ്ഞു, നബിയേ, എഴുന്നേക്കല്ല നബിയേ, എഴുന്നേക്കല്ല നബിയേ, റുകൂഇൽ എഴുന്നേക്കല്ല നബിയേ. ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അലി തങ്ങൾ നടന്നു വരുന്നു നബിയേ. ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അലി തങ്ങൾ വേച്ച് കടന്നു വരികയാണ്. അലി തങ്ങൾ പയ്യെ കടന്നു വരികയാണ്. എന്താണ് അങ്ങനെ സാവകാശം വന്നത് എന്ന് ചോദിക്കുമ്പോ സഹോദരങ്ങളെ, സ്വഹാബത്തുൽ കിറാമിനോട് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അലി തങ്ങളിൽ മുതിർന്ന ഒരാളെ ബഹുമാനിച്ചത് കൊണ്ടാണ് സാവകാശമായി പോയത്. പക്ഷേ പടച്ചവനായ തമ്പുരാൻ ഇടപെട്ടു. അലി തങ്ങൾക്ക് ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നബി തങ്ങളുടെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പറഞ്ഞേച്ചിട്ട് പറഞ്ഞു, ജിബ്രീൽ പറഞ്ഞു, എഴുന്നേക്കല്ല നബിയേ. നബി തങ്ങളുടെ മുതുകത്ത് ചിറക് വെച്ചിട്ട് പറഞ്ഞു, നബിയെ, എഴുന്നേക്കല്ല നബിയേ, അലി തങ്ങളും കൂടി വന്നിട്ട് എഴുന്നേറ്റാൽ മതി.
മുതിർന്നവരെ ബഹുമാനിച്ചപ്പോ ആ ജമാഅത്ത് നമസ്കാരം കിട്ടുന്നതിനു വേണ്ടി പടച്ചവനായ തമ്പുരാൻ ഇടപെട്ടു. അതും ഒരു ജൂതനായ മനുഷ്യനാണ്, മുസ്ലിമായ ഒരു മനുഷ്യൻ പോലുമല്ല, മുതിർന്ന ഒരു മനുഷ്യനാണ്. ആ ഒരു പരിഗണന, അദ്ദേഹം മുതിർന്ന ആളാണല്ലോ, പ്രായം ചെന്ന ആളാണല്ലോ, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ ബഹുമാനിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിം എന്നല്ല അമുസ്ലിമായ ഒരാളാണെങ്കിൽ പോലും, ഹൈന്ദവനാണെങ്കിൽ പോലും, ക്രൈസ്തവനാണെങ്കിൽ പോലും അവനെയും നമ്മൾ ബഹുമാനിക്കണം. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിൽ പടച്ചവനായ തമ്പുരാൻ നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഭാവി കാലഘട്ടത്തിൽ, നമ്മുടെ വയസ്സാൻ കാലത്ത് നമ്മളെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ പടച്ചവനായ തമ്പുരാൻ ചില ചെറുപ്പക്കാരെ അല്ലാഹു തആല സൃഷ്ടിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.